ഇതെന്ത് കഥ? ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ല എന്നുണ്ടാവുമോ? കേൾക്കാതെ കണ്ടാവാൻ വഴിയില്ല. ദൃഷ്ടദ്യുമ്നൻ ആലോചിച്ചപ്പോൾ ദൃഷ്ടദ്യുമ്നൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി. സംഭവിച്ച കാര്യം അല്ലാട്ടോ ഇനി പറയണത്. രാജാക്കന്മാരാരും വില്ലെടുക്കാനായിട്ട് പുറപ്പെടണില്ല എന്ന് കണ്ടപ്പോൾ ദൃഷ്ടദ്യുമ്നൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളാ. അതെന്താ? അത് രാജാക്കന്മാരിപ്പോൾ എല്ലാവരും ഒരുപോലെ ശക്തിയുള്ളവരെ കൊള്ളുന്നില്ല. അതിശക്തന്മാരായിട്ടുള്ള മഹാരാജാക്കന്മാരുണ്ടാവും, ശക്തി കുറഞ്ഞ സാമന്ത രാജാക്കന്മാരുണ്ടാവും. അപ്പൊ ആരെങ്കിലും വില്ലെടുക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തുള്ള ആൾ തടഞ്ഞു എന്ന് വരും. അതെന്തിനാ? തനിക്ക് എന്തായാലും വില്ലെടുത്ത് കുറച്ച് ലക്ഷ്യം സാധിക്കാൻ പറ്റില്ല, എന്നാൽ മറ്റാൾക്കും അത് പറ്റണ്ടെന്ന് ഇരിച്ചിട്ട് ആരെങ്കിലും വില്ലെടുക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടേക്കാ പുറപ്പെട്ടേക്കണത്? അല്ല, ഞാൻ വില്ലെടുക്കാനായിട്ടൊന്നും കൂടി തരിക വേണ്ടത്. അങ്ങ് ഒറ്റയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വില്ലെടുത്ത് കുറച്ച് ലക്ഷ്യം സാധിക്കാൻ പറ്റുമെന്നിരിക്കണ്ടോ? അല്ല, പറ്റുന്നിരിച്ചിട്ടല്ല, പരിശ്രമിക്കാൻ നിരീച്ചു. അത്രയേ ഉള്ളൂ. ആട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് ആ വില്ലെടുത്ത് കുറച്ച് ലക്ഷ്യം സാധിച്ചു എന്നിരിക്കുക. കിട്ടാൻ പോണത് എന്താണോ? ഇത്രയൊക്കെ ബുദ്ധി മുട്ടി ഞെരുങ്ങി ക്ലേശിച്ച് വില്ലെടുത്ത് കൊലച്ച് ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോണത് ഒരു പെണ്ണ്. ഇന്ന് ഈ ലോകത്തില് യാതൊരു ക്ഷാമവും ഇല്ലാണ്ട് കിട്ടാനുള്ളതെന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ. എടോ, അങ്ങനെ സാധാരണ ഒരു പെണ്ണല്ല. പിന്നെയോ ത്രൈലോക്യ സുന്ദരിയായിട്ടുള്ള പാഞ്ചാലിയെ തരാവുന്നതാണ്. ആരാ പറഞ്ഞത്? ആ വിദ്വാൻ പറഞ്ഞു കേട്ടില്ലേ? ആര്? ദൃഷ്ടദ്യുമ്നൻ. നല്ല ഭാഗമായി. എടോ, ആ കന്യക ദൃഷ്ടദ്യുമ്നൻ്റെ ആരാ? കന്യക ദൃഷ്ടദ്യുമ്നൻ്റെ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരി. ഏതെങ്കിലും സഹോദരന്മാർക്ക് സ്വന്തം സഹോദരി സുന്ദരി അല്ലാണ്ടിരിക്കുമോ? അത്രയ്ക്ക് ഞാനും ആലോചിച്ചില്ല. അതന്നെയാ ഞാൻ പറഞ്ഞത്. താൻ നോക്കുക, എങ്ങനെയാ കന്യക അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്? ഒരു മൂടുപട അടിച്ചിട്ടാ. കാണാൻ കൊള്ളണ സാധനമാണെങ്കിൽ ആരെങ്കിലും മൂടി വെച്ച പതിവുണ്ടോ? ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിക്കണ്ടായില്ല. അതന്നെയാ പറഞ്ഞത്. അങ്ങക്ക് അബദ്ധം പറ്റണ്ടെന്ന് ഇരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. സംഭവിച്ച കാര്യമല്ലാട്ടോ. ദൃഷ്ടദ്യുമ്നൻ്റെ മനസ്സിൽ തോന്നിയതാ. രാജാക്കന്മാരിങ്ങനെ പരസ്പരം പറയുണ്ടാവുമെന്ന്. എന്ത്? പാഞ്ചാലിക്ക് യാതൊരു സൗന്ദര്യമില്ലാന്ന് രാജാക്കന്മാർ പരസ്പരം പറയുണ്ടാവുമെന്ന് ദൃഷ്ടദ്യുമ്നൊരു സംശയം. അത്രേ ഉണ്ടായുള്ളൂ. പറഞ്ഞത് വല്ലതും മനസ്സിലാവുണ്ടായോ? കന്യകയ്ക്ക് ഈ പറയണ സൗന്ദര്യമൊന്നുമില്ല. അങ്ങനെ സുഹൃത്തായതുകൊണ്ട് അബദ്ധം പറ്റണ്ടെന്ന് ഇരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. മാത്രമല്ല, സ്ത്രീകൾക്ക് ചില സൗന്ദര്യ ലക്ഷണങ്ങളൊക്കെ പറയും. ധരിക്കണ്ടായിട്ടുണ്ടോ? കേൾക്കണ്ടായിട്ടുണ്ടോ? സ്ത്രീകളുടെ സൗന്ദര്യ ലക്ഷണങ്ങൾ കേൾക്കണ്ടായിട്ടുണ്ടോ? കേൾക്കണമെന്നുണ്ടോ? ആ വായൊക്കെ പൊളിച്ചിരിക്കണ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാട്ടോ സ്ത്രീകളുടെ സൗന്ദര്യ ലക്ഷണം എന്നൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കി തരാം. കാരണം അബദ്ധം പറ്റണ്ടെന്ന് ഇരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. സാധാരണ ഒരു സ്ത്രീക്ക് തലയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? തലയുടെ അകത്തൊന്നും ഇല്ലെങ്കിലും വിരോധമില്ല കേട്ടോ. ഇപ്പോൾ ഉള്ളത് അധികവും അങ്ങനത്തെ വകയാന്നാണ് പറയണത്. ഉള്ളിലൊന്നും ഇല്ലാത്ത വക. വായയുടെ അകത്തല്ല, തലയുടെ അകത്തുള്ള കാര്യമാണ് പറയണത്. അങ്ങനെ തന്നെയാണോ? തല കുലുക്കണ്ട കേട്ടോ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. ഭാവം മാറി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ പറയാറുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഉള്ളിലുള്ള വക തന്നെയാണ് എനിക്ക് നിശ്ചയമുണ്ട്. കാരണം പുരുഷന്മാരെയൊക്കെ കൂടുതൽ സ്ത്രീകളെ കാണുന്നത്. ഇവിടുത്തെ കാര്യമല്ല, സാധാരണ അങ്ങനെ പറയാറുണ്ടെന്നേ ഉള്ളൂ. തലയുടെ അകത്തല്ല, തലയുടെ പുറത്തെന്താ വേണ്ടത്? ഇത്രേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ മനസ്സിരുത്തി വെച്ചിട്ടുണ്ട് അല്ലേ? എന്താ തലയുടെ പുറത്ത് വേണ്ടത്? മുടി. അഴിച്ചിട്ട് കഴിഞ്ഞാൽ നിലത്തെത്തണം എന്നാ ശാസ്ത്രം. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. മുടി അങ്ങോട്ട് അഴിക്കേണ്ട താമസമേ ഉള്ളൂ. തലയിലുള്ളത് മുഴുവൻ നിലത്താ. എടോ, അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെയോ മുടി നിലത്ത് മുട്ടണമെന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ മുടി നിലത്ത് മുട്ടണമെന്ന്. പാഞ്ചാലിയുടെ മുടി നിലത്ത് മുട്ടണമെന്നുണ്ടെങ്കിൽ മലന്ന് കിടക്കൊറ്റ വേണ്ടി വരും. അതെന്താ? അത് തലയിൽ ലവലേശല്യ. തലയിൽ മുടി ലവലേശല്യാന്നോ? അപ്പൊ എങ്ങനെയാ? മുഴുക്കഷണ്ടിയാണോ പകുതി കഷണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. പാഞ്ചാലിയുടെ തലയിൽ മുടി ലവലേശല്യാന്നാ കേട്ടിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. വിവാഹം കഴിക്കണ ആള്
അദ്ദേഹത്തിൻ്റെ പോലെ കുറി തൊടണ ശീലമുള്ള ആളാണെങ്കിൽ സൗകര്യമുണ്ട്. അതെന്താ അത്? വിവാഹം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഉറക്കി അങ്ങോട്ട് വിളിച്ചാൽ മതി, പാഞ്ചാലി പാഞ്ചാലി. ഭർത്താവിന് കുറിക്കൂട്ട് കൊണ്ടുവരാനായിട്ട് ഭസ്മം, ചന്ദനം, കുറിക്കൂട്ട് കൊണ്ടുവരാനൊന്നുമല്ല. പിന്നെയോ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പത്നിയെ വിളിച്ച് മുമ്പിലങ്ങോട്ട് നിർത്തുക. പിന്നെ തലയിൽ തന്നെയാവാം പ്രയോഗം. എന്താ? ചന്ദനം അരയ്ക്കാൻ ചാണയ്ക്ക് പകരം ഉപയോഗിക്കാം. പറഞ്ഞത് മനസ്സിലായോ? പാഞ്ചാലിയുടെ തല ചാണയ്ക്ക് പകരം ഉപയോഗിക്കാമെന്ന്. അക്ഷരം മാറിയതല്ലാട്ടോ, ആ വിദ്വാൻ അങ്ങനെയാണ് നിരീക്കുണ്ടായത്. അക്ഷരം വിട്ടുപോയതാന്നാണ് നിരീച്ചത്. ചാണ അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ചാണാന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കേട്ടിട്ടുണ്ടോ എന്നെങ്കിലും ചോദിക്കട്ടെ. ചാണാന്ന് കേട്ടിട്ടുണ്ടോ? വിരൽ കടിക്കരുത്. ചന്ദനം കുറി തൊടണ ശീലമൊന്നും ഇല്ലയെന്നാ തോന്നുന്നത്. ഒരെണ്ണത്തിനില്ല കേട്ടോ. കുളി കഴിഞ്ഞിട്ടേ കുറി തൊടാൻ പാടുള്ളൂ. കുളി തന്നെ കഴിഞ്ഞിട്ടില്ല എന്നാ തോന്നണത്. ചന്ദനം തൊടാറുണ്ടോ? ചന്ദനം എങ്ങനെയാണ് ഉണ്ടാവുക? ചന്ദനം എങ്ങനെയാണ് ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ, ഉണ്ടാക്കില്ലേ ചെയ്യുക. എന്നാൽ ചന്ദനം എങ്ങനെയാണ് ഉണ്ടാക്കുക? കലക്കും. ചന്ദനം കലക്കും. സാധാരണ ഇപ്പം അങ്ങനെയാണ് പതിവ് കേട്ടോ. ചന്ദനം കലക്കൽ തന്നെ പതിവുള്ളൂ. ചന്ദനം കലക്കുകയല്ല, അരയ്ക്കുക ചെയ്യുക. ഒരു കാര്യം ചെയ്യുക, അകത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാണാൻ പറ്റിയെന്ന് വരും. എന്താ? ചന്ദനം അരയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് ചാണ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അവിടെ അദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണണം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരും. അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചാണ കണ്ടാൽ ഏകദേശം അതിൻ്റെ രൂപം മനസ്സിലാവും. ഏകദേശം ഈ തല പോലെ ഉണ്ടാവും. സന്തോഷമായിട്ടോ. ചന്ദനം അരയ്ക്കാനായിട്ട് ശിവ ശിവ, പാഞ്ചാലിയുടെ തലയുടെ അവസ്ഥ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോഴേക്കും അടുത്ത വിദ്വാൻ ഇതിനേക്കാൾ കേമാട്ടോ അടുത്തത്. അതെന്താ? അത് പാഞ്ചാലിയുടെ കണ്ണുമില്ല. കണ്ണില്ല എന്നല്ല, പിന്നെയോ പാഞ്ചാലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്നെയാണോ നോക്കണതെന്ന് തോന്നും. എന്താ? പോയി. കണ്ണിൻ്റെ അവസ്ഥ അപകടമാണെന്ന് കേട്ടപ്പോൾ ഇനി ഇരിക്കല്ല, ഭേദം എണീറ്റ് പോലി കഴിഞ്ഞു. അതെന്താ? കന്യക പാഞ്ചാലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്നെയാണോ നോക്കണതെന്ന് തോന്നുന്ന എടോ കാകദൃഷ്ടി ഉണ്ടെന്നാ പറയണത്. കോങ്കണ്ണ് കഷ്ടേ കഷ്ടം. അപ്പോഴേക്കും അടുത്ത വിദ്വാൻ ഇതിനേക്കാൾ കേമാട്ടോ അടുത്തത്. അതെന്താ? അത് പാഞ്ചാലിയുടെ വായയിൽ പല്ലില്ല എന്നല്ല, ബാക്കിയുള്ളതിൻ്റെ കുറവ് മുഴുവൻ അത് തീർക്കുന്നുണ്ട്. അതെന്താ? അത് തലയിൽ മുടിയില്ല എന്നല്ലേ പറഞ്ഞത്? അതിന് പകരം കൂടി ഉണ്ട് വായയിൽ പല്ല്. തലയിൽ മുടിക്ക് പകരം വായയിൽ പല്ലോ? താനിന്ന് ഭോഷ്കാടോ ഈ പറയണത്? എടോ, ഞാൻ പറയണതല്ല, താൻ നോക്കുക. ആ മൂടുപടം മുഖത്തിൻ്റെ അവിടെ കുറച്ചൊന്ന് പൊന്തിയിട്ടല്ലേ നിൽക്കണത് നോക്കുക. വായയിൽ പല്ല് തടഞ്ഞിട്ടാണ്. കഷ്ടേ കഷ്ടം. ഇത്ര അപകട പാഞ്ചാലിയുടെ അവസ്ഥ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തിനധികം പറയണു, പാഞ്ചാലിയോളം വൈരൂപ്യമുള്ളതായിട്ടൊരു സ്ത്രീ ഈ ത്രിലോകങ്ങളിൽ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് രാജാക്കന്മാർ പറഞ്ഞെത്തിക്കുമെന്ന് ദൃഷ്ടദ്യുമ്നൊരു സംശയം. അത്രേ ഉണ്ടായുള്ളൂ. ദൃഷ്ടദ്യുമ്നൻ ആലോചിച്ചു, അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം അവരാരും ഇതിനു മുമ്പ് പാഞ്ചാലിയെ കണ്ടിട്ടില്ല. കണ്ടോട്ടെ നിരീച്ചു. കാരണം എന്താ? കന്യകാദർശനം നിഷിദ്ധല്ല എന്നാ ശാസ്ത്രം. കന്യകമാരെ പരപുരുഷന്മാർ കാണുന്നതുകൊണ്ട് തെറ്റില്ല എന്ന്. ഒരു കാര്യമുണ്ട് കേട്ടോ, യുവരാജാക്കന്മാർ ധാരാളമുള്ള സഭയാവുമ്പോൾ ഒന്ന് മനസ്സിരുത്തിയില്ലെങ്കിൽ അപകട. കന്യകാദർശനം നിഷിദ്ധല്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സാധാരണ യുവരാജാക്കന്മാർ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കൊക്കെ വരണത് എന്തിനാ? അതിനു വേണ്ടിയിട്ട് തന്നെയാ കന്യകാദർശനം. ഈ ദർശനത്തിൽ നിഷ്കർഷ കൂടുമ്പോൾ, കാണണയിൽ ഉത്സാഹം കൂടുമ്പോൾ ദർശനം മാത്രം പോരാ, ഒരു സ്പർശനവും വേണമെന്ന് സംശയം ഉണ്ടാവും. അങ്ങനെ സ്പർശനത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ കന്യകയ്ക്ക് ശക്തന്മാരായിട്ടുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ തിരിച്ചു സ്പർശനം അങ്ങോട്ട് മുഖത്തേക്ക് തന്നെയാ തരാവുക. അല്ലേ? വേറെ എവിടെയെങ്കിലും ചെന്നാലോ? അതേ, അന്ന് ആ വിദ്വാൻ അവിടെ വന്നിട്ട് കന്യകാദർശനം നിഷിദ്ധല്ല എന്നൊക്കെ പറഞ്ഞ് ചാടി പുറപ്പെട്ട് എന്തെങ്കിലും അപകടമായി കഴിഞ്ഞാൽ ഞാൻ ആളല്ല കേട്ടോ, പറയാനുള്ളത് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവും. എന്തെങ്കിലും തരായി കഴിഞ്ഞാൽ സ്വയം അനുഭവിക്കുക, അതന്നെ നിവൃത്തിയുള്ളൂ. ദൃഷ്ടദ്യുമ്നൻ എന്ത് തീർച്ചയാക്കി മൂടുപടം അങ്ങോട്ട് മാറ്റാൻ നിശ്ചയിച്ചു. കണ്ടോട്ടെ നിരീച്ചു. കയ്യിലിരുന്ന ശരക്കോലുണ്ട്, പാഞ്ചാലിയെ മൂടിയിട്ടിരുന്ന മൂടുപടം അങ്ങോട്ട് മാറ്റി.
അതങ്ങോട്ട് മാറ്റിയപ്പോഴത്തെ അവസ്ഥ ശിവ ശിവ എന്ന് വേണം പറയാൻ. രാജാക്കന്മാരാരും അതിനു മുമ്പ് ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടിട്ടില്ല. അവർ മുഴുവൻ ആ സ്വയംവര മണ്ഡപത്തിലേക്ക് തുളിച്ചു മിഴിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് ദൃഷ്ടദ്യുമ്നൻ ആ മൂട്ടുപട്ടം അങ്ങോട്ട് മാറ്റിയതും പാഞ്ചാലിയെ മുമ്പിലങ്ങനെ കാണുകയും ചെയ്തത്. ആ രാജാക്കന്മാർ മുഴുവൻ സ്വയംവര മണ്ഡപത്തിലേക്ക് തുറിച്ചു മിഴിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് ദൃഷ്ടദ്യുമ്നൻ ആ മൂട്ടുപട്ടം അങ്ങോട്ട് മാറ്റി. എത്ര സുന്ദരിയാ നോക്കുക. ആ കണ്ണും ആ മൂക്കും എന്തൊരു സൗന്ദര്യ നോക്കുക. കണ്ണും നന്ന് അങ്ങനെ ഉരുട്ടി 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 വിളിച്ച് നോക്കണ്ടേ. കണ്ണും നന്ന് മൂക്കും നന്ന്.